പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നെല്ലിക്ക വെച്ചിട്ടൊരു മുളക് ചമ്മന്തിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ നെല്ലിക്ക നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒരാഴ്ചത്തേക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ഒരു 5-6 മുളക്, പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നെല്ലിക്ക നല്ലതായിട്ട് കഴുകി അത് നല്ല രീതിയിൽ വാട്ടർ അതിൽ നിന്ന് കളഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാട്ടർ, ആ കഴുകിയ വെള്ളമില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക. പിന്നെ നമ്മളൊരു പാനിൻ്റെ അകത്തേക്ക് നമ്മൾ നെല്ലിക്ക മുങ്ങിക്കിടക്കുന്ന വിധത്തിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് ഞാനിതിലേക്ക് നമ്മുടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ഈ ഉപ്പിലിട്ടതിന് കിട്ടും. നമ്മളുടെ ഉപ്പ് അല്പം മുമ്പിൽ നിൽക്കണം, പക്ഷെ അധികം പാടില്ല. ഇതൊരു ഒരാഴ്ചത്തേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്ന രീതിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കഴുകി തുടച്ച് വെച്ച നെല്ലിക്ക, അതിൽ നെല്ലിക്കയും മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ റോ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ ഉപ്പിലിട്ടൊക്കെ കഴിക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് കഴിക്കാനും അതേപോലെ തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് അതൊന്ന് തിളയ്ക്കണം. നല്ല രീതിയിൽ വെള്ളം തിളയ്ക്കുക. പിന്നെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് നമ്മൾ ഈ വെള്ളവും ഈ തിളച്ച വെള്ളം തണുത്തതിന് ശേഷം നെല്ലിക്കായും ഈ തിളച്ച വെള്ളവും ഇതെല്ലാം കൂടി ഇട്ട് വയ്ക്കുക. ഒരു 2 days കഴിയുമ്പോഴത്തേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു ചെറിയ ചമ്മന്തിയാണ്. നമ്മൾക്ക് ഈ നെല്ലിക്ക എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഏറെ നമ്മൾ മുടി വളരാനും അതേപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മളുടെ സ്കിന്നിൻ്റെ കൊളാജനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ നെല്ലിക്കയൊക്കെ ഉള്ളതാണ്. നമ്മൾക്ക് മുടി നമ്മൾ എണ്ണ തേച്ച് മുടി വളർത്തുന്നതിനേക്കാൾ നമ്മൾ ഇൻറ്റേർണലി എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മാത്രമേ മുടിയൊക്കെ വളരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്കായും ഭയങ്കര പണ്ട് തൊട്ടുള്ള ഒരു ഇതാണ് നെല്ലിക്ക. അപ്പോൾ അതിനൊരു ചമ്മന്തിയാണ്, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അതിനായിട്ട് ഞാനിവിടെ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളിയുടെ അളവ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഞാനിവിടെ അതിൻ്റെ കൂടെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്ന പച്ചമുളകും കൂടെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 നെല്ലിക്കായും കൂടി കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്താലും മതി. പിന്നെ ഉള്ളി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് കൈ കൊണ്ട് ഞെരടിയെടുക്കണം കേട്ടോ. കൈകൊണ്ട് ഞെരടിയാണ് നമ്മൾ കൈകൊണ്ട് ഞെരടുമ്പോഴാണ് ആ ഉള്ളിയുടെയും അതേപോലെ തന്നെ ആ നെല്ലിക്കയുടെയൊക്കെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇതിന് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നല്ല രീതിയിൽ ഞെരടിയെടുത്താൽ ചോറിനും കഴിക്കാം, അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കപ്പയുടെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ ഇത് മതി, വേറെ ഒന്നും വേണമെന്നില്ല. ശരിക്കും ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ആൻഡ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.